പ്രിയമുള്ളവരെ, നമ്മുടെ അട്ടപ്പാടി ഊട്ടി യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ അട്ടപ്പാടി മുള്ളി വഴിയുള്ള ഊട്ടി യാത്ര കഴിഞ്ഞ എപ്പിസോഡിൽ മുള്ളി ചെക്ക് പോസ്റ്റ് വരെ എത്തിയതാണ് നിങ്ങൾ കണ്ടത്. ഇനി അങ്ങോട്ട് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ അനുമതിയോടെ വേണം നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ ചെയ്യാൻ. ആ യാത്രയിലേക്ക് നിങ്ങളെയും ഞങ്ങൾ കൂടെ കൂട്ടുകയാണ്. നമ്മുടെ യാത്രയിൽ മഞ്ചൂർ വഴിയാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ഊട്ടിയിലേക്ക്. പക്ഷേ വലിയൊരു പ്രതിസന്ധി നമ്മളെ മുന്നിൽ വന്നു പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നല്ല, തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഊട്ടിയിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഞ്ചൂരിലേക്കുള്ള നമുക്ക് കടക്കാനുള്ള അനുമതി നമ്മുടെ തമിഴ്നാട് ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ്. കാരണം മഞ്ചൂർ വഴിയുള്ള യാത്ര അവർ നമ്മളെ തടസ്സപ്പെടുത്തിയതോടുകൂടി നമ്മുടെ ഊട്ടിയിലേക്കുള്ള ഒരു സബ്വേ, അതായത് ഒരു പാരലലായിട്ടുള്ള ഒരു യാത്ര നമ്മൾ നടത്തുകയാണ്. ആരും കാണാത്തതും ആരും അനുഭവിക്കാത്തതുമായിട്ടുള്ള ഒരു വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഈ യാത്രയിൽ സമ്മാനിച്ചത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്, നമ്മളെ മുതൽക്കൂട്ട്. ആ ഒരു യാത്രയിലേക്ക് നിങ്ങളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ സമയം ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന തീർച്ചയായ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളെ യാത്ര മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർ, പാലക്കാട് ഭാഗത്തുള്ള ആളുകൾ സാധാരണയായി മേട്ടുപ്പാളയം, കൂനൂർ വഴിയാണ് ഊട്ടിയിലേക്ക് പോവാറ്. പക്ഷേ മേട്ടുപ്പാളയത്തു നിന്ന് കുറച്ച് യാത്ര ചെയ്തപ്പോഴേക്കും പോലീസുകാർ ഞങ്ങളെ തടഞ്ഞു. പിന്നെ ഞങ്ങളുടെ യാത്ര ഊട്ടിയുടെ താഴ്വാരങ്ങളിലൂടെയായിരുന്നു. കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും അതിമനോഹരമായ കാഴ്ചകളും. ഇതുവരെ ഊട്ടിയും പ്രത്യേകിച്ച് തമിഴ്നാട് ഗവൺമെൻറ്റൊന്നും ഈ ഒരു ഭാഗങ്ങളൊന്നും ടൂറിസം പ്രൊമോഷന് വേണ്ടി ഒരുക്കിയിട്ടില്ല. കാര്യമായിട്ടും തമിഴ്നാടിൻ്റെ കൃഷിയോഗ്യമായ ഗ്രാമങ്ങളായിട്ട് മാത്രം ഒതുക്കി വെച്ച ഒരു സ്ഥലമാണ്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നീലഗിരി മലനിരകളിലെ ചായത്തോട്ടങ്ങൾ, കൂനൂരിൻ്റെ തായ്വരയിലെ കാരറ്റ് തോട്ടങ്ങൾ, സൂര്യകാന്തിയുടെ അതിമനോഹരമായ ലാസ്യഭംഗിയോടുകൂടിയുള്ള കാഴ്ചകൾ, ഇത്തരത്തിലുള്ള വശ്യമനോഹരമായ
കൃഷിയിടങ്ങളിലൂടെയുള്ള യാത്ര, ആ നാട് നമ്മെ അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങൾ, അതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊന്നല്ല, ചിട്ടയോടെയും വൃത്തിയുമായി ആ നാട് വളരെ മനോഹരമാക്കുന്നതിൽ ആ കൃഷിയിടങ്ങൾക്ക് ഉള്ള പങ്ക് അത് വലുതാണ്. അതിൽ നിന്ന് ഒരുപാട് പാഠം നമ്മളും ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ കാഴ്ചകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് കാണാൻ തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ നാട് തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡമായി ഈ പ്രദേശം മാറുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഈ ഒരു ഒറ്റവരിപ്പാതയിലുള്ള യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു പ്രത്യേകത, ഒരു കാഴ്ച ഇതാണ്. കൃഷിയിടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കാരറ്റ്, ബീട്രൂട്ട്, അതെല്ലാം ചളിയും മണ്ണും നിറഞ്ഞതായിരിക്കും. അത് ലോഡായി കൊണ്ടുവന്ന് ആ തിരിയുന്ന പൈപ്പിലിട്ടിട്ട് വെള്ളം അതിശക്തമായിട്ട് പമ്പ് ചെയ്തിട്ട് ചളിയും മണ്ണും എല്ലാം അതിന് ക്ലീനാക്കി ഒഴിവാക്കി, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടന്ന് അതിൽ നിന്ന് നമ്മളെ നാട്ടിലേക്കുള്ള ക്യാരറ്റുകൾ മാറ്റിയെടുക്കും. അതുപോലെ തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റിക്കുള്ളത് മാറ്റിയെടുക്കും. പുറത്തേക്ക് തള്ളി ഒഴിവാക്കുന്ന വേറെ ഒരുപാട് സംഗതിയുണ്ട്. ഒരുപാട് സ്ത്രീകൾ കണ്ടില്ലേ, ആ സ്ത്രീകളാണ് അതെല്ലാം അവരുടെ ആ കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റി അത് ഓരോ ലെവലിലേക്ക്, ഓരോ കാറ്റഗറി ചെയ്തിട്ടാണ് ആ സംഗതി ചെയ്യുന്നത്. ഇതിൽ നിന്ന് വളരെ വൃത്തിയായി കഴുകിയെടുത്തിട്ടാണ് ഇത്രയും മനോഹരമായ ക്യാരറ്റുകൾ നമ്മളെ മാർക്കറ്റിലെത്തുന്നത്. സ്ത്രീകളാണ് ഇതിൽ കാര്യമായിട്ട് പങ്കുവഹിക്കുന്നത്. ഈ നാടിൻ്റെ ഒരു വ്യവസായ മേഖലയാണ് ഈ ക്യാരറ്റ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ.
തമിഴ്നാട് പോലീസ് സൂപ്പർ. ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലാത്തൊന്നും പറയാനില്ല. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ A+ കൊടുക്കും മാർക്ക്. കേരള പോലീസ് മോശമായതുകൊണ്ടല്ല, പക്ഷെ അവരുടെ ആ ഒരു എന്താ പറയാ, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, അവരുടെ ആ പേഷ്യൻസ് എല്ലാം ക്ഷമയോടെ പറഞ്ഞു തരുന്നത്. നമ്മൾ ഇപ്പം ഇവിടെ ഒരു ഡീവിയേഷൻ എടുത്തതാണ്, കൂനൂർ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരം ഞങ്ങൾ ഡീവിയേഷൻ എടുത്ത് ഒരു ഉൾനാടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നോ അത് എത്ര സമയം കൂടെ ബാക്കിയുണ്ട് എന്നും എല്ലാം വിശദീകരിച്ച് തന്നിട്ട് നമ്മളെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് അവർ ഡീവിയേറ്റ് ചെയ്ത് വിടുന്നത്. അതല്ലാതെ നിർബന്ധിച്ച് അങ്ങനെ ഇങ്ങനെ പോകുന്നൊന്നും പറയുന്നില്ല. നമ്പർ 1. തടസ്സങ്ങൾ നേരിട്ട് ഞങ്ങൾ ഫൈനലി സ്ട്രിക്റ്റ് ലോക്ക്ഡൗൺ പ്ലസ് പ്രസിഡന്റിന്റെ വിസിറ്റ് ഊട്ടിയിൽ, എന്നിട്ട് നമ്മൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. വാക്സിൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു മര്യാദയിലൊക്കെ സംസാരിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കേട്ട് വരണ്ട. അല്ല, സർട്ടിഫിക്കറ്റ് ഒന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നും മതി. പക്ഷേ രണ്ടും വേണമെന്ന് അവർ നിർബന്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 6-ാം തീയതി വരെ പ്രസിഡന്റിന്റെ വിസിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ ജംഗ്ഷനിലും പോലീസുണ്ട്. എന്നാലും നമ്മളൊരു മര്യാദയിലൊക്കെ സംസാരിച്ച് അപേക്ഷിച്ചാൽ അവർ പെർമിഷൻ തരുന്നുണ്ട്. ഒന്ന് വട്ടം കിട്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടത്തിയിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രയാസപ്പെട്ട യാത്രകൾ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തുകയാണ്. നമ്മളെ ഹോട്ടലിൽ വാലി വ്യൂ സ്റ്റുഡിയോ, ഊട്ടിയിലെ സൈലന്റ് വാലി പ്രദേശത്താണ് ഈ ഹോട്ടൽ. നമ്മുടെ പല സിനിമകളിലും കാണുന്ന വിദേശ ലൊക്കേഷനുകളെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ഹോട്ടൽ നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് കണ്ടില്ലേ?
വലിയ സ്വിറ്റ്സർലാൻഡിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള കാഴ്ചകൾ. നല്ല രൂപത്തിൽ ക്ഷീണിച്ച് വന്ന് താമസിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലമാണ് ഈ കാഴ്ചകളും ഇവിടെയുള്ള ചീപ്പസ്റ്റായ താമസവും. അതാണ് നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് കിട്ടിയ ആദ്യ അനുഭവം. നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട്, ക്ഷമ ചോദിക്കുകയാണ്. അടുത്ത നമ്മളെ വീഡിയോയിൽ നമ്മൾ സുപരിചിതമല്ലാത്ത, നമ്മുടെ നാടിന് പരിചയമല്ലാത്ത കുറച്ച് കൃഷികൾ പ്രത്യേകിച്ചും വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള കുറച്ച് പച്ചക്കറികളുണ്ട്. അവിടുന്ന് പ്രത്യേകിച്ച് UK എന്നൊക്കെ കിട്ടുന്ന ഓർഡർ അനുസരിച്ച് നമ്മളെ നാട്ടിൽ കൃഷി ചെയ്ത് പ്രോസസ്സൊക്കെ ചെയ്ത് നമ്മൾ UK അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ കയറ്റി അയക്കുന്ന പച്ചക്കറികൾ. ആ പച്ചക്കറികളുടെ തോട്ടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ തൽക്കാലത്തേക്ക് മാത്രം വിട പറയുന്നു.